നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ആദ്യം ബേബി എങ്ങനെ പോണേ? ആദ്യം ബേബി കുറെ ദിവസമായി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആദ്യം ബേബിനെ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ വണ്ടിയിൽ പോകുന്നു. അപ്പൊ രാത്രിയായിരുന്നു, കൊച്ച് കാഴ്ചയൊന്നും കണ്ടുള്ള. ഇന്നിപ്പോ ഞങ്ങള് ആശുപത്രിയിൽ ചെക്കപ്പിന് പോവാ. ഇവനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ അവിടെ ഇരിക്കാൻ പോകണമെന്നില്ല, ഒരു സ്ഥലത്ത് ഇരുത്താന്ന് വെച്ചാൽ ഇരിക്കില്ല. അവിടുത്തെ വേറെ പിള്ളേരെ പിന്നാലെ പോവാ, അവരെ കയ്യിലിരിക്കുന്നത് വരിക്കുക, അതാണ് അവന്റെ മെയിൻ പരിപാടി. അടിക്കേ എടാ ഇപ്പൊ അമ്മാമ്മ ഡ്രസ്സ് മാറി നിക്കണ കാരണം അമ്മാമ്മയുടെ കൂടെ നിക്ക, അതായത് മറ്റേ പാടത്തേക്ക് സൈക്കിളിമൊക്കെ കൊണ്ടുപോകണ കാരണേ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വെച്ചിട്ട് അമ്മാമ്മേനെ നോക്കി നിൽക്കുക. അപ്പൊ ഞങ്ങള് ഓട്ടോറിക്ഷേനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്. സ്റ്റേപ്പിയോടെ ഇല്ല, അല്ലെങ്കിൽ സ്റ്റേപ്പിയുടെ കൂടെ പോയിരുന്നു. അപ്പൊ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഓട്ടോറിക്ഷ വരുന്നു. അപ്പൊ ആദ്യം ബേബി ഓട്ടോറിക്ഷയിൽ കയറി നമ്മളിങ്ങോട്ട് ഒരാളുണ്ട് അമ്മാമ്മയുടെ സാരത്ത് പൂവ പിടിച്ച് വലിച്ചെടുക്കണോക്കിയേ. അമ്മാമ്മ പോവാണ്ടിരിക്കാനാണോ നീ പിടിക്കണേ? അയ്യോ എന്താ സ്നേഹം അവന്. അവന് മെയിനാ റിമോട്ടുകളൊക്കെ എടുത്ത് പറക്കി എടുക്കാനാ. ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കരുത് എന്റെ പുത്രൻ. നടക്കണോക്കിയത് കേട്ട അമ്മാമ്മയുടെ പിന്നാലെ ബോഡി ഗാർഡ് അതും ബേബിയുടെ ലഗേജ് ഒക്കെ എടുത്ത ലഗേജ് മുന്നേ ഒരു ബാഗ് ഒരു പേഴ്സും കൊണ്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ട് പോണം നീ ഉള്ള കാരണം. ഞാൻ അടുത്തത് കൂടി വന്നു കഴിയുമ്പോഴാ നല്ല രസം ഉണ്ടാവും. അമ്മ ഒരു വലിയ ബാഗ് ആക്കേണ്ടി വരും. മോനെങ്ങടി ഓടണേ? അമ്മാമ്മ എങ്ങോട്ട് പോവില്ല. എങ്ങനെ പോണേ? ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് കിട്ടണം കേട്ടാ. പെട്ടാ നമ്മള് നമ്മള് പോവാൻ പോട്ടാ. ഓട്ടോറിക്ഷക്കാരനെ പൈസ വിളിച്ചപ്പോ കിട്ടിയതേ. വണ്ടികൾ കിടക്കുന്നുണ്ട്, പക്ഷെ ഓടിക്കാൻ ആളില്ല. അതന്നെ വണ്ടികള് കിടക്കണു. എന്താ കാര്യം? അതന്നെ അല്ല, ഇനി മറ്റുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടില്ല. നമ്മളിനിയിപ്പോ എല്ലാവരെയും വിളിച്ച് അവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. നമ്മൾ പോയി വരാലോ. എന്നാ വീട് പൂട്ടി ഓട്ടോറിക്ഷ എത്തിയിട്ടില്ലാത്തവരെ പറ്റിപ്പോയി അല്ലേ? അത് മാവൻ ഇതിന്റെ സിബ് പോയി ഓട്ടോറിക്ഷ വരും. അതും ബേബി ഓട്ടോറിക്ഷ വരും. ഈ രണ്ടും ഇതും കൂടി ഒന്നിച്ച് വെച്ചോളൂ. ഓട്ടോറിക്ഷയിൽ ഇവൻ പോയിട്ടുണ്ട് അന്ന് ഒരു ദിവസം. അമ്മാമേനെ പിടിച്ചേക്കണേ, അമ്മേനെ വിശ്വാസമില്ല. അമ്മാമ്മ പോവാന്ന് വെച്ചത് ദൈവമ്മ വീഴും. അമ്മാമ്മ അങ്ങോട്ട് വരും. ദൈവമ്മ വരാൻ ദൈവന് ഓട്ടോറിക്ഷ ഈശോയെ ടാറ്റ കൊടുത്ത അമ്മക്ക് ടാറ്റ കൊടുക്കല്ലേ? നമ്മുടെ ഓട്ടോറിക്ഷ എത്തിട്ടാ. ഓട്ടോറിക്ഷ എത്തി. ആൾക്ക് രാവിലെ എണീറ്റ് അത് കുറച്ച് പരക്കി വെച്ചിട്ട് രാവിലെ പറമ്പ് നനയ്ക്കണം, പിന്നെ പാലിന് പോണം, അത് കഴിഞ്ഞിട്ട് കടയ്ക്ക് പോണേ, മാർക്കറ്റിൽ പോണം എല്ലാ ദിവസവും. മറ്റേ ഓട്ടോറിക്ഷയിൽ കയറി പകച്ചിരിക്കാന്ന്. ഹലോ ചേട്ടാ ചേച്ചിമാര് താത്തമാരോടി ഈ ഗേറ്റ് തുറന്നു. പ്ലേ സ്കൂളുണ്ട് ഇവിടെ. ഡോറ് തുറന്നു. വെയിറ്റ് ചെയ്തോൾട്ടാ. നമ്മളിത് ഹോസ്പിറ്റലിലെത്തി ടോക്കൺ കാർഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടറുടെ അടുത്ത് തന്നെ. ഡോക്ടർ വന്നിട്ടുണ്ടാവും മിക്കതും, എത്ര നമ്പറൊന്നും അറിയില്ല. അമ്മച്ചി ഇങ്ങോട്ട് പോയി തോന്നു കൊച്ചിനെ കൊണ്ട്. ഡോക്ടർ വന്നിട്ടില്ല. ആദ്യം ബേബി ഉറങ്ങണില്ല. നമ്പർ വിളിച്ചു പോയി വിചാരിച്ചിരുന്നതാ. അതന്നെ ഡോക്ടർ എത്തിയിട്ടില്ല. നീ എങ്ങടെ പോണടാ ബേബി? വണ്ടിക്കാരനെ വിളിക്കുന്നു, ബാക്കടിക്കാൻ. ആള് പറഞ്ഞ കൊറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാ നേഴ്സ് പെണ്ണുങ്ങളും വന്നില്ല. ചിലപ്പോ എന്താ വൈകണേവോ കാണിക്കണേ. അതുകൊണ്ടാ അവർക്കറിയാം ഓടിക്കുന്നവർക്ക് വളയ്ക്കാൻ. എന്നതല്ലേ താഴ്ത്ത് വിടാഞ്ഞിട്ടാണ് കിടന്നു വെച്ചിരിക്കണത്. വണ്ടി വളയ്ക്കാൻ
ചേട്ടൻ പറയണേ ബാക്ക് അതെ അതെ വണ്ടി പോണ്. വണ്ടിയിൽ കയറാനാണോ നിനക്ക്? ഇപ്പൊ തന്നെ വന്നല്ലോ ഉള്ളൂ. കയറണോ? ഡോക്ടറുടെ അടുത്ത് കയറണം. ഡോക്ടറുടെ അടുത്ത് കയറണം. നമ്മളിത് ഡോക്ടറെ കണ്ടു കേട്ടോ. നമ്മുടെ ആദ്യ ബേബി ഭയങ്കര കൂട്ടി കുറുക്കി കരച്ചിലായിരുന്നു. അതുകൊണ്ട് അമ്മച്ചിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഡോക്ടറെ കണ്ടു. ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്കുള്ള നമ്പർ ബുക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ മെഡിസിൻ വാങ്ങണം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വീട്ടിൽ പോവാം. ആരെ വിളിക്കണേ? അത് ബേബി നിനക്ക് അറിഞ്ഞ അമ്മ ഡോക്ടറെ കാണാൻ പോയതല്ലേ? അമ്മ ഡോക്ടറെ കാണാൻ പോയതല്ലേ? അതിന് നിനക്കറിയണ പിന്നെ ഇനി വരില്ല. അതല്ല, ആ ഡോർ അടയ്ക്കണ കണ്ടില്ലേ? അതാണ് ഞാനവിടെ ഇരിക്കണ കണ്ടു. അത് കഴിഞ്ഞപ്പോ അവൻ വാതിലടയ്ക്കണ കണ്ടില്ലേ? അപ്പൊ അത് കണ്ടപ്പോ അതിന് തോന്നിണ്ടാവുന്നിട്ടാണ് നിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയത്. എന്നിട്ടാണ് അത് ഒറ്റ വിളിച്ചേ. നിന്നെ എന്തിട്ട് ചെയ്യാൻ പോണാവും വിചാരിച്ചു. നമ്മുടെ ആദ്യം ബേബി അമ്മച്ചിയുടെ കയ്യിൽ പോണില്ല. എൻ്റെ കയ്യിൽ തന്നെ നിൽക്കുക. ഭയങ്കര വാശി പിടിക്കുന്നു. ഉറക്കം വന്നിട്ടുണ്ടാവൻ. അതാ അമ്മച്ചിയുടെ ഞാൻ അവിടെ മരുന്ന് വാങ്ങിക്കണോടത്ത് നിർത്തിയിട്ടുണ്ട്. ഡോക്ടറെ കണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തി എന്താ പറയുക, ഇപ്പം എത്തിയിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം ഈ മാസം ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഡോക്ടർ വരാൻ ഒരുപാട് ലേറ്റായി കാരണം നമ്മൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ ഫാർമസിയുടെ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും നമ്മുടെ ആദ്യം ബേബി ആകെപ്പാടെ കരച്ചിലും ബഹളമൊക്കെ ആയി തുടങ്ങി. ഞാൻ ഡോക്ടറുടെ അടുത്ത് കയറി. ഞാനും അമ്മച്ചി അവനോട് കയറി. അപ്പോഴേക്കും അവൻ കരച്ചിൽ തുടങ്ങി. അത് അവിടെ വെച്ച് ഡോക്ടറെ കാണുമ്പോഴും അതെ, അവൻ ആ ഡോക്ടറുടെ അടുത്ത് കയറുമ്പോൾ അവിടെ പിന്നെ അവർ സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഫുൾ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അവന് ആകെപ്പാട് ഒരു പകപ്പ് പോലെ വരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ ആൾ കുഴപ്പമുണ്ടായില്ല. പക്ഷെ കുറച്ചൊക്കെ ഇപ്പോൾ ആൾ കരച്ചിൽ തുടങ്ങി. അപ്പം അമ്മച്ചി പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. കൊച്ചിൻ്റെ വിചാരം ഞാൻ റൂമിൽ കയറി വാതിലടച്ച് എന്ന് വിചാരിച്ചിട്ടാണ്. കൊച്ചു കിടന്ന് കരച്ചിലോട് ബഹളായി. അങ്ങനെ ഒരു വിധത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അവൻ എടുത്തു. പിന്നെ അടുത്ത മാസം ഇനി സ്കാനിങ് ഒന്നും ഇല്ല. ഇനി അടുത്ത മാസം സ്കാനിങ് ഇല്ല. അടുത്ത മാസവും ചെക്കപ്പ് തന്നെയുള്ളൂ. സ്കാനിങ് പിന്നത്തെ മാസമാണുള്ളത്. പിന്നെ മെഡിസിനും സാധനങ്ങളൊക്കെ വാങ്ങി. കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഡോക്ടർ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ പോന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്ര ഉള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കുറച്ച് വെള്ളം ഉണ്ടാക്കി കുടിക്കണം. ആകെപ്പാടെ ഭയങ്കര ചൂടും കാര്യങ്ങളായിരുന്നേ. അവരാ ചൂടിൻ്റെ കൊണ്ടാന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഉറക്കം വരണുണ്ടായി. മെയിനായിട്ട് ഉറക്കം വന്ന കാരണം വാശി പിടിച്ചുകൊണ്ടിരുന്നത്. എടുത്തുകൊണ്ട് നടക്കേണ്ടി തന്നെ വന്നു. കുറച്ച് നേരം ഇറങ്ങി നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വാശി പിടിച്ചു തുടങ്ങി. എൻ്റെ ദൈവമേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.